നമസ്കാരം ആർപി. നമസ്കാരം ആർപി, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി വലിയ വിവാദം ഉയർത്തിവിടുന്ന വെളിപ്പെടുത്തലുകൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ, ദേശീയ തലത്തിലുള്ള ഒരു പോഡ്കാസ്റ്റിൽ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുംബൈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെച്ചത് മുംബൈ ഭീകരാക്രമണം എന്നുള്ളത് ISIയും INCയും, ISI എന്നുള്ളത് പാകിസ്ഥാൻ്റെ ചാര സംഘടന, INC എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇവർ തമ്മിലുള്ള ഒരു ഫിക്സ്ഡ് മാച്ചായിരുന്നു, അതായത് ഒരു ഒത്തുകളിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. എങ്ങനെ കാണുന്നു ആർപ്പി? ഇതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ISIയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് BJP സർക്കാർ ഇപ്പോഴും അന്വേഷണം നടത്താത്തത്, അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടത് എന്ന് ഞാൻ എടുത്തു പറയുന്നത്, കഴിഞ്ഞ ഭരണകൂടം, അതായത് UPA സർക്കാരിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും ഈ പറയുന്ന പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ടുള്ള ഗൂഢബന്ധത്തെക്കുറിച്ചാണ്. ആ ഗൂഢബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിനുള്ളിൽ ഒരു സാഫ്രൻ ടെറർ ഉണ്ട് എന്ന്, അതായത് കാവി ഭീകരതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇവിടെയുള്ള പലരും ശ്രമിച്ചിട്ടുണ്ട്. അത് ചെറിയ ഒരു ഗൂഢാലോചനയൊന്നുമല്ല. വൻതോതിൽ രണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരുപക്ഷെ പാകിസ്ഥാനിലെ സർക്കാർ, അവിടുത്തെ ISI, ഇവിടുത്തെ ഇന്ത്യൻ സർക്കാർ, ഇവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും കൂടെ ചേർന്നിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല പൂർണ്ണമായിട്ട്. പക്ഷേ അതിനകത്ത് ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഇസ്ലാമിക ഭീകരവാദത്തെ വെളുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സമീകരണത്തിലൂടെ ഒന്നിൻ്റെ രൂക്ഷതയൊന്ന് കുറയ്ക്കുക എന്ന്. അതായത് ഇസ്ലാമിക തീവ്രവാദമുണ്ട്, അതുപോലെ ഹിന്ദു തീവ്രവാദം ഉണ്ടല്ലോ. അതായത് ഇസ്ലാമിക തീവ്രവാദം ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്നത് ഈ പറയുന്ന ഹേറ്റ് ഫിഗർ അപ്പുറത്തുണ്ടാക്കി വെച്ചിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇടക്കാലത്ത് ഒരു വലിയ പ്രക്ഷോഭം നടന്നപ്പോൾ, കോഴിക്കോടോ മറ്റോ ആണെന്ന് തോന്നുന്നു, കോഴിക്കോടോ അതുപോലെയുള്ള സ്ഥലത്താണ്, ആലപ്പുഴയിലെ അല്ല, ഒരു ബാനർ അതിലുണ്ടായിരുന്നു. ആ ബാനറിൽ ഒരു സൈഡിൽ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, അതായത് ജൂതവിരോധം, അതേ ബാനറിൻ്റെ മറു സൈഡിൽ ഹിന്ദുത്വയും കൂടെ ചേർത്തു. അത് ആദ്യത്തെ ഒരു വർഷങ്ങൾ മുമ്പാണ്. അതായത് സയനിസം, ഹിന്ദുത്വ, ഇത് രണ്ടും ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ലോകത്ത് പലയിടത്തും നടക്കുന്ന പ്രതിഷേധങ്ങളിൽ, ഗാസ വിഷയത്തിൽ നടന്ന പ്രതിഷേധങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളും ആ ചിത്രം നേരത്തെ ഒരു ചർച്ചയിൽ കാണിച്ചതാണ്. ആ ചിത്രം വീണ്ടും കാണിക്കാം. ആ ചിത്രത്തിലും കാണിക്കുന്നത് അമേരിക്ക, ഇസ്രായേൽ, ഭാരതം, ഈ മൂന്ന് രാജ്യങ്ങളെ ഇവർ ഒരു ബ്രാക്കറ്റിൽ പെടുത്തുകയാണ്. ഈ മൂന്ന് രാജ്യങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞു വെച്ച് ഒരു ഹെയ്റ്റ് ഫിഗർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവരുടെ ഭീകരവാദം കാരണമാണ് ഇസ്ലാമിക ഭീകരവാദം ഉണ്ടാകുന്നത് എന്ന ന്യായം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നൊരുക്കങ്ങളെല്ലാം. അല്ല, ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്ന ഒന്നില്ല. ഇസ്ലാം സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതമാണ്. ചെറുപ്പക്കാരാരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അപ്പുറത്തുള്ളവരുടെ മത തീവ്രവാദവും അവരുടെ അസഹിഷ്ണുതയാണ് എന്നുള്ള ഒരു നരേറ്റീവ് ഭാരതത്തിൽ ചെയ്യുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിലും ഇവർ ചെയ്യുന്നുണ്ട്. ഇത് ഹിന്ദു വിഭാഗങ്ങളെ ഇവിടെ മാത്രമല്ല, അമേരിക്കയിലെ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ അവിടുത്തെ വർക്ക് പ്ലേസുകളിൽ അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. നമ്മളത് വാർത്ത ചെയ്തതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മതം വളരെ മോശമാണ്, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ ഇങ്ങനെ കാതലായ പ്രശ്നങ്ങളുണ്ട്, അതിനെതിരെയുള്ള പ്രതികരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇതൊരു ഉദ്ദേശമില്ലാതല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ കാവ്യ ഭീകരതയെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു വലിയ ഗൂഢാലോചന നടത്തിയത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടക്കേണ്ടത് മാലേഗാവിലെ സ്ഫോടനം, സംജോത്തയും എക്സ്പ്രസ്സിലെ സ്ഫോടനം. അപ്പം മാലേഗാവിൽ 2007-ലും 2006-ലും നടന്നിട്ടുണ്ട് സ്ഫോടനങ്ങൾ. അപ്പോൾ ഈ സ്ഫോടനങ്ങളൊക്കെ നടത്തിയത് ആരാണ് എന്നുള്ള വിചാരണ വന്ന അവരൊക്കെ നിരപരാധികളാണ്. അപ്പോൾ ആരാണ് ഈ സ്ഫോടനം നടത്തിയത്, ആരാണിത് ചെയ്തത്?
ഇത് സർക്കാർ തലത്തിൽ തന്നെ നടന്ന ഒരു ഗൂഢാലോചനയാണോ? അതായത് മോസ്കുകളുടെ സമയവും ഇതുപോലെ ബോംബ് പൊട്ടിച്ച് ഇവിടെ കാവി ഭീകരതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിച്ച് തെളിയിക്കുന്ന ആരാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഊഹമുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട. കാരണം RVS മണി അദ്ദേഹത്തിൻ്റെ ആ പോഡ്കാസ്റ്റിൽ കൃത്യമായിട്ടൊരു കാലക്രമം പറയുന്നുണ്ട്. 2006 ഭാരതത്തിൻ്റെ ഹോം സെക്രട്ടറി പാകിസ്ഥാനിലെത്തി ISIയുമായിട്ടും അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് കാണുന്നു. തൊട്ടു പിന്നാലെ നാഗ്പൂർ RSS കാര്യാലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇനി ഇതിൻ്റെയൊക്കെ ഒരു കൾമിനേഷൻ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ 2008 മുംബൈ ആക്രമണം ഉണ്ടാകുന്നത്. മുംബൈ ആക്രമണം ഇവർ നേരത്തെ തന്നെ ഒരു പക്ഷേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഈ പറയുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവണം. ഇതൊരു കാവ്യ ഭീകരതയുടെ ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സകല സന്നാഹങ്ങളും ഇവർ ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പം മലഗാവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മഹാരാഷ്ട്ര എപ്പോഴും ഇവരുടെ ഒരു എക്സ്പെരിമെൻ്റൽ മേഖലയാണ്, ഒരു ലാബാണ്, ലബോറട്ടറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരു ഹിന്ദു ബോധം അല്ലെങ്കിൽ ഹിന്ദുത്വ ബോധം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ശിവജി അതുപോലെയുള്ള, പിന്നീടാണല്ലോ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആ ഒരു ഹിന്ദു ഏകീകരണം വരുന്നത്. പക്ഷേ അന്ന് മഹാരാഷ്ട്രയാണ്. ആ മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ കാവ്യ ഭീകരതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവരുടെ ഒരു വലിയ ഗൂഢാലോചന. ഇപ്പോൾ മുംബൈ ആക്രമണത്തിൽ ഈ അജ്മൽ കസബിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുകയാണ്, ഇന്ത്യയിലുള്ള സകല ആൾക്കാരും പറയുകയാണ്, ഈ പറയുന്ന മുഴുവൻ ഭീകരരും പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്, ഇവരുടെ പേരിതാണ്, ഞങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇവരുടെ പേര് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പോലും മറുവശത്ത് ഇവർ സംശയം ഉണ്ടാക്കിയത്. ഇവർ പറയാം അങ്ങനെയൊന്നുമല്ല, അവരിവിടെ തന്നെയുള്ള പിള്ളേരാണ്, ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് ഒരു ആഗോളതലത്തിൽ ഇതിനൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആഗോളതലത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ആരാണ് കൂടുതൽ സത്യമൊക്കെ തെളിയിക്കാൻ പോവുക? അപ്പം ലോകമെമ്പാടും ഇന്ത്യക്കുള്ളിൽ കാവ്യ ഭീകരതയുണ്ട്, ഇവിടെ ഹിന്ദു ഭീകരതയുണ്ട്, ഹിന്ദു ഭീകര സംഘടനകളുണ്ട്, ബോംബ് സ്ഫോടനവും ആക്രമണവും നടത്തുന്ന ഹിന്ദു ഭീകര സംഘടനകളുണ്ട് എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം അവരുടെയൊക്കെ മനസ്സിൽ എത്തും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഈ പറഞ്ഞ 2008 ഈ പറയുന്ന വലിയ ആക്രമണമെന്നാണ്, അല്ലെങ്കിൽ അതും കൂടെ ചേർത്ത് അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മാർഗമായിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞു പോയത് അജ്മൽ കസബിനെ ജീവനോടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അതെ, കാരണം തുക്കാറാം ഓംബ്ലയോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം. കാരണം ആ അജ്മൽ കസബിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കയ്യിൽ കലാപം മാത്രമല്ല, പൂന സ്വദേശിയാണ് ഇയാൾ, ഒരു ഹിന്ദു ആണെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും വ്യാജരേഖകളാണെങ്കിൽ പോലും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. മനോജ്, ഇതിനകത്ത് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, മനോജ് ശ്രദ്ധിച്ചിട്ടുണ്ട്, RVS മണിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അദ്ദേഹം വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോയ ഒരു വിഷയമുണ്ട്. അതായത് പാരലൽ ഫയലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സമാന്തര ഫയലുകൾ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഹോം മിനിസ്ട്രിയും കാണേണ്ട ഫയലുകൾ ഒന്ന്, പക്ഷേ അതേ വിഷയത്തിൽ ചില സമാന്തര ഫയലുകൾ സർക്കാരിന് പുറത്തുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യത്തക്കവണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് അന്നത്തെ ഗവൺമെന്റിന്റെ പുറത്തുള്ള അധികാര കേന്ദ്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും സഞ്ജയ് ഗാന്ധി ഇല്ല, ഇന്ദിരാഗാന്ധി ഇല്ല. അപ്പോൾ പിന്നെ ആരാണ് അവിടെ ഉള്ളത്? അത് സോണിയാഗാന്ധിയുണ്ട്. സോണിയാഗാന്ധിയുടെ കിങ്കരനായിട്ട് ദിഗ്വിജയ് സിംഗ് ഉണ്ട്. ഇപ്പോൾ ദിഗ്വിജയ് സിംഗിനെ കുറിച്ച് ഇദ്ദേഹം തന്നെ RVS മണി തന്നെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്, അദ്ദേഹം വലിയ തോതിൽ കൈകടത്തൽ നടത്തുമായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൽ. തന്നെയല്ല, RVS മണിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വ ഭീകരതയെ സംബന്ധിച്ചുള്ള കേസുകൾ നിങ്ങളൊന്ന് തപ്പി നോക്കൂ, ഉണ്ടാക്കിയെടുക്കൂ എന്ന്. എത്ര നികൃഷ്ടമായ രാഷ്ട്രീയമാണ് അയാൾ കളിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു രാജ്യത്ത് ഭീകരത ഇല്ലാതാക്കാൻ ഒരു സർക്കാരും ഭരണകക്ഷിയും ശ്രമിക്കേണ്ടിടത്ത് ഇല്ലാത്ത ഭീകരതയെ ഉണ്ടാക്കിയെടുത്ത് ഇസ്ലാമിക ഭീകരതയ്ക്ക് സമീകരണം നടത്താനാണ് ശ്രമിച്ചത്, ഒരു ബാലൻസ് ചെയ്യാനാണ് ഇയാൾ ശ്രമിച്ചത്. അപ്പൊ ഇയാൾ ഇതൊക്കെ ചുമ്മാതെ ചെയ്യും. ഇതെന്തായാലും കോൺഗ്രസിന്റെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇയാള് മന്ത്രിയുമല്ല. അപ്പൊ പിന്നെ ഇതിന്റെ സ്പോൺസർഷിപ്പ് എവിടുന്നായിരിക്കുമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. ഈ RVS മണി RP ഇപ്പോൾ പറഞ്ഞ ആ ഒരു സമാന്തര ഫയലുകളുടെ ഒരു ശൃംഖലയില്ലേ, അതിന്റെ ഒരു നേർ ചിത്രവും പറയുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലിന്റെ ഓഫീസിൽ
ശിവരാജ് പാട്ടീൽ ഡെസ്കിൻ്റെ അവിടെ ഇരിക്കുന്നു. ഇവരിങ്ങനെ വരുമ്പോൾ പുള്ളി ഒന്ന് അഭിവാദ്യം ചെയ്തിട്ട് ഇങ്ങനെ കൈ കാണിക്കും. ആ വശത്തിരിക്കുന്ന സോഫയിലിരിക്കുന്ന ദിഗ്വിജയ് സിംഗ് ആയിരുന്നു ഉത്തരവുകളെല്ലാം നടത്തിയത്. ഓഫീസിലൊരു സോഫയിൽ. പുള്ളിക്ക് പ്രത്യേകിച്ച് പദവിയൊന്നുമില്ല. ആർപി പറഞ്ഞ ഈ സമാന്തര അത് ശിവരാജ് പാട്ടീലിനെ കുറിച്ച് എല്ലാവരും പറയുന്നതാണ്. അദ്ദേഹം ഒരു വിനീത വിധേയൻ. അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങിലും ഒക്കെ ഭയങ്കര ഇതായിട്ട് അദ്ദേഹം ദിവസം 3, 4, 5 പ്രാവശ്യം ഡ്രസ്സ് മാറുന്നു. ആ രീതിയിലുള്ള അദ്ദേഹം 8 മണിക്കൂർ അദ്ദേഹം കാരണമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ആൾക്കാർ NSG മുംബൈയിൽ എത്താൻ, ഈ ആക്രമണത്തിന് ശേഷം എത്താൻ താമസിച്ചതെന്നാണ് പറയുന്നത്. ഈവൻ മുംബൈയിൽ ശിവരാജ് പാട്ടീൽ എത്തിയിട്ട് ഒരു വലിയ ഭീകരാക്രമണം അപ്പുറത്ത് നടക്കുകയാണ്, ലൈവായിട്ട് നടക്കുകയാണ്, അത് തീർന്നിട്ടില്ല. ആ നടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ സ്വീകരണം കൊടുക്കണമായിരുന്നു. അതായത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സ്വീകരണവും ഏറ്റുവാങ്ങിയിട്ടാണ് ഇദ്ദേഹം വരുന്നത്. 3 തവണ ഡ്രസ്സും മാറിയിട്ടുണ്ട്. ആ ദിവസം മാത്രം അദ്ദേഹം 3 തവണ ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇതറിയില്ല. 2014 മുമ്പ് ഈ രാജ്യവും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും എത്രമാത്രം അപകടത്തിലായിരുന്നുവെന്ന്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചരിത്രം കൂടെ ഒക്കെ പഠിക്കണം. ഇല്ലാത്ത ഒരു ഭീകരത ഉണ്ടാക്കി ഇസ്ലാമിക ഭീകരതയ്ക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഹീനമായ ശ്രമമാണ് കോൺഗ്രസ് പാർട്ടി നടത്തിയത്. അത് പാർട്ടിയല്ല യഥാർത്ഥത്തിൽ നടത്തിയത്, ആ ഭരണ സംവിധാനമാണ് നടത്തിയത്. ആ ഭരണ സംവിധാനത്തിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ട് പ്രവർത്തിച്ച ആൾക്കാരുടെ കുബുദ്ധിയിൽ വന്ന കാര്യമാണ്. ഇത് അവരുടെ ബുദ്ധിയിൽ വന്നതല്ല, ഇത് വിദേശത്ത് നിന്ന് സ്പോൺസർ ചെയ്യപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് പുതിയ തലമുറയ്ക്ക്, അതായത് ഇപ്പോൾ ഒരു ജനിച്ചിട്ടുള്ള 20-21 വയസ്സുള്ളവർക്ക് അറിയണമെന്നില്ല. ഒരു കണക്ക് ഞാൻ പറയാം. നമ്മൾ തത്വമൈ ന്യൂസ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ 10 വർഷങ്ങൾ ഭാരതത്തിൽ ഭീകരാക്രമണങ്ങൾ, ഇസ്ലാമിക ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഏതാണ്ട് 8000-ന് മുകളിൽ ആൾക്കാരാണ്. അതായത് ഒരു വർഷം ഏതാണ്ട് 1000-ന് അടുപ്പിച്ച് 800 എന്ന് വെച്ചോളൂ. 800 അടുപ്പിച്ച് ജീവനുകളാണ് ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായിരുന്നു ഭീകരത. അറിയില്ല പലർക്കും. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഈ മാലേഗാവ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റ് ചെയ്ത ആൾക്കാരോട് ഇവർ കാണിച്ച ക്രൂരതയാണ്. 24 മണിക്കൂർ തുടർച്ചയായി ഭേദ്യം ചെയ്തു എന്ന ചോദ്യമൊന്നുമില്ല. അതില് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കറെ, അദ്ദേഹത്തിന്റെ കർമ്മഫലം കിട്ടിയെന്നാണ് ഞാൻ പറയുക. കാരണം അന്ന് വളരെ കൃത്യമായിട്ട് പോലീസ് സർക്കിളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഹേമന്ത് കർക്കറയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇവരെ തല്ലിച്ചതയ്ക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഈ പുരോഹിതിനെ, അന്ന് ലഫ്റ്റനന്റ് കേണൽ പുരോഹിത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ വർദ്ധിയിട്ട ഒരു അജിത് ദോവലായിരുന്നു. അതായത് പട്ടാള യൂണിഫോം ഇട്ട അജിത് ദോവലാണ് യഥാർത്ഥത്തിൽ ലഫ്റ്റനന്റ് കേണൽ പുരോഹിത് എന്ന് ഞാൻ പറയും. കാരണം ഇദ്ദേഹം അതിശക്തമായിട്ട് ഈ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ അദ്ദേഹം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അവരെ വേട്ടയാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലുള്ള ഈ ഡൽഹി ഇസ്ലാമാബാദ് കണക്ഷൻ ഉണ്ടല്ലോ, അവരുടെ പദ്ധതികളെല്ലാം പൊളിയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പിടിച്ച് അകത്താക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. RVS മണി അത് പറയുന്നുണ്ട്. കാരണം 31 വയസ്സേ ഉള്ളൂ, ലഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹം. ഒരുപക്ഷെ ആ സൈന്യത്തിന്റെ തലവനായി തന്നെ വരും. അത് മറ്റൊരു കാര്യം, അദ്ദേഹം തലവനാവുമോ എന്തോ ആവട്ടെ. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിലോ അദ്ദേഹത്തെ ടോർച്ചർ ചെയ്തതിലോ ഒരു പ്രോട്ടോക്കോളും ഇവർ പാലിച്ചിട്ടില്ല. ഒരു പ്രോട്ടോക്കോളും അദ്ദേഹത്തിന് മൂവ്മെന്റ് ഓർഡർ കൊടുത്തു. അദ്ദേഹം ഒരിടത്ത് പോയി, അവിടുന്ന് അടുത്തടത്തേക്ക് പോയി, അവിടെ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ GOC അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ യൂണിറ്റ് അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം പിന്നീടാണ് അറിയുന്നത്. 26 ഡെസ്കുകൾ ശരിക്കും പ്രോസസ് ചെയ്യാണ് ഈ സ്ഥാനത്തുള്ള ഒരു പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു വൻ ഗൂഢാലോചന കോൺഗ്രസിനെ തകർക്കാൻ സാധിക്കുന്ന, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി എങ്ങനെ രാജ്യവിരുദ്ധമായി എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം വേണം. ഒരു വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാക്കും. അത് ഇപ്പോൾ RVS മണി ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ആദ്യത്തെ ഒരു ബുക്കാണ്. പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ക്രോഡീകരിച്ച് അതിനകത്ത് എഴുതിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളുമുണ്ട്. പക്ഷെ ഇത് കൃത്യമായി അന്വേഷണം നടത്തി ഔദ്യോഗിക തലത്തിൽ ഇവരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഇതിനകത്തെ വില്ലന്മാരെന്ന് പറയുന്ന ദിഗ്വിജയ് സിംഗ്,
ചിദംബരം, ഈ പറയുന്ന സോണിയാഗാന്ധി, ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും ജീവിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറേ വിവരങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം രാജ്യത്തിൻ്റെ താല്പര്യമാണ്. നാളെ ഇതുപോലെ വേറൊരു സാധനം ആർക്കും ചെയ്യാൻ തോന്നരുത്. അതുപോലെ കർക്കശമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവണം. RVS മണി ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഹിന്ദുത്വ ടെററിൻ്റെ ഒരു കള്ളക്കളി പൊളിച്ചതിൻ്റെ ഒപ്പം തന്നെ നേരിട്ട് പേരുകൾ പറയാൻ പറ്റാത്ത ചിലരുണ്ട്. അവരെക്കുറിച്ച് അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ഡിസപ്ഷൻ എന്നും പറഞ്ഞു. അതിൽ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പക്ഷേ RP പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്നെങ്കിലും ആയേക്കാവുന്ന തരത്തിൽ ഇവരിപ്പോഴും സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. പാകിസ്ഥാൻ തകർന്നു പോയത്, പാകിസ്ഥാൻ ഇത്രയും കാലം രക്ഷപ്പെട്ടു നിന്നത് ഭാരതത്തിനുള്ളിൽ പാകിസ്ഥാൻ്റെ ഹോൾഡ് കാരണമാണ്. അതെ. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ തകർന്നു പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനോട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സിന്ധു നദീജല കരാറൊക്കെ പാകിസ്ഥാൻ അനുകൂലമായത്? എന്തുകൊണ്ടാണ് അതിർത്തിയിൽ ഇത്രയും പ്രകോപനം അവർ സൃഷ്ടിച്ചിട്ട് തിരിച്ച് നമ്മളൊരു ചെറുവന് വിരൽ പോലും അനക്കാഞ്ഞത്? ഈവൻ കാർഗിൽ യുദ്ധം വന്നപ്പോൾ, ഞാൻ അന്ന് BJP ആണ് ഭരിക്കുന്നത്, പക്ഷെ കാർഗിൽ യുദ്ധം വന്നപ്പോൾ പോലും നമ്മൾ കർക്കശമായിട്ട് പറഞ്ഞു നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാം അന്നത്തെ ഒരു സിസ്റ്റത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അതിനകത്ത് ഒരു ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും. ഈ ലൈൻ ഓഫ് കൺട്രോൾ അന്ന് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ പിന്നീടുള്ള ആക്രമണങ്ങളും കൂടി നമുക്ക് ചിലപ്പോൾ ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ആ തരത്തിൽ ഒരു വലിയ ആക്രമണം നടക്കാത്തത് പാകിസ്ഥാന്റെ ആ കേപ്പബിലിറ്റി നമ്മൾ തകർത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും RP ഈ വിഷയത്തിൽ ഒരു അന്വേഷണം എന്തായാലും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയം തുടർച്ചയായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. കാരണം കൂടുതൽ പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ വേണം അതിൻ്റെ അകത്ത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചും കൂടുതൽ ചർച്ചകൾ നടത്തുകയാണ്. ഒരു കാര്യം, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വളരെ നന്ദി RP. വീണ്ടും കാണാം. നമസ്കാരം.